ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോന്നി ഇക്കോ ടൂറിസം ഏരിയ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് കോന്നി പത്തനംതിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് എലിഫൻറ്റ് ഷെൽട്ടറാണുള്ളത്. ആനയെ പരിപാലിക്കുന്ന സ്ഥലമാണ്. ആനക്കൂടും ഇവിടെയുണ്ട്. ഏകദേശം 10-ൽ താഴെ ആനകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പരിപാലിച്ചു പോരുന്നത്. ഇത് കോന്നിയിലെ ഏറ്റവും ചെറിയ ആനക്കുട്ടിയാണ്. കൊച്ചയ്യപ്പൻ എന്നാണ് ഈ ആനക്കുട്ടിയുടെ പേര്. ഇത് ഈ ഇടയ്ക്ക് വനത്തിൽ നിന്ന് ലഭിച്ചതാണ്. കൂട്ടം തെറ്റിയോ മറ്റോ ലഭിച്ചതാണ് ഈ ആനക്കുട്ടി. തീരെ കുട്ടിയായതുകൊണ്ട് തന്നെ കുറച്ച് കുസൃതിയാണ്. ഈ ചില സമയങ്ങളിൽ ഈ ആനക്കുട്ടിയെ പുറത്ത് വിടാറുണ്ട്. ആ സമയത്ത് സന്ദർശകരെ ഒന്നും അനുവദിക്കുകയില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പിന്നെ ആന പരിപാലകരും മാത്രമാണ് ആ സമയത്ത് ഉണ്ടാവുക. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ടിവിയിലും വാർത്തയിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. പണ്ടുകാലത്ത് വാരിക്കുഴി ഉപയോഗിച്ചാണ് ആനകളെ പിടിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 1977 നിയമം മൂലം അങ്ങനെ ആന പിടുത്തം തന്നെ നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ ലഭിക്കുന്നതും കൂട്ടം തെറ്റിയും പരിക്ക് പറ്റിയും പിന്നെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആനകളാണ് ഈ കേന്ദ്രങ്ങളൊക്കെ ഇപ്പം പരിപാലിച്ചു വരുന്നത്. ആ വ്യക്തി ആ ആനയ്ക്ക് എന്തോ ഭക്ഷണമോ മറ്റോ കൊടുക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഇത് നീലകണ്ഠൻ, 27 വയസ്സുള്ളൊരു ആനയാണ്. ഇവിടെ 2-3 കൊമ്പൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പിടിയാനകളാണ്. ഈ കോന്നി ഇക്കോ ടൂറിസം ഇവിടെ പരിപാലിച്ചു പോകുന്ന ആനകളിൽ കുങ്കിയാനകളുണ്ട്. കോന്നി സുരേന്ദ്രൻ എന്നൊക്കെ പറയുന്ന പ്രശസ്തമായ കുങ്കിയാനകളാണ്. അതൊക്കെ ഇവിടെ ഈ കോന്നിയിലുള്ള ആനകളാണ്. ഈ ആനകളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ ഒരു കാട്ടാന ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഓടിക്കുവാനും അതിനെ പിടിക്കുവാനും മറ്റും ഉപയോഗിക്കും. ഈ ആനയുടെ പൂർണ്ണ വളർച്ച എത്തുന്നതേ ഉള്ളൂ. ഇത് കൃഷ്ണ, 11 വയസ്സുള്ള ഒരു കൊമ്പനാനയാണ്. തിരുവനന്തപുരം ഡിവിഷനിലെ പരുത്തിപ്പള്ളിയിൽ നിന്ന് 2014 മറ്റും ലഭിച്ചതാണ് ഈ ആനയെ. അതിൻ്റെ കൊമ്പ് ആണ് പ്രത്യേകത. ചുള്ളിക്കൊമ്പൻ എന്ന് പറയും. ഇങ്ങനെ ചെറിയതും വളഞ്ഞതുമായ കൊമ്പോട് കൂടിയ ആനയാണ് ഇത്. ഏകദേശം ഒരു 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആനയാണ്. അതിൻ്റെ പാപ്പാൻ അതിനെ അടുത്ത് നിൽക്കുന്നത് കാണാം. അതിൻ്റെ ഭക്ഷണവും മറ്റും ഇട്ട് കൊടുക്കുന്നു. ഈ ആന കുറച്ച് കുസൃതി നിറഞ്ഞ ഒരു ആനയാണ്. പ്രത്യേക ആക്ഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് ഈവ എന്ന് പറയുന്ന ആനയാണ്. 22 വയസ്സ് പ്രായമുള്ള ഈവ പിടിയാനയാണ്. ഈ ഭാഗത്ത് 3 പിടിയാനകളെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഈ കോന്നി എലിഫൻറ്റ് ഷെൽട്ടറിൽ ആനകൾക്ക് വളരെ സുഖമാണ്. ഇത് പ്രിയദർശിനി എന്ന് പറയുന്ന രണ്ടാമത്തെ പിടിയാനയാണ്. പ്രിയദർശിനിക്ക് 40 വയസ്സ് പ്രായമുണ്ട്. ഒരു 60-70 വയസ്സ് വരെയൊക്കെ ആനകൾ ജീവിക്കും. അതിൻ്റെ യഥാർത്ഥ ആവാസ വ്യവസ്ഥയിലൊക്കെ ആണെങ്കിൽ. കൂടാതെ ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആനയുടെ ഒരു മാക്സിമം വലുപ്പവും മാക്സിമം ഒരു സൈസിലും എത്തുവാൻ വേണ്ടി പറ്റുന്നത്. ഇത് മീന എന്ന് പറയുന്ന ആനയാണ്. 33 വയസ്സാണ് ഈ മീന എന്ന പിടിയാനയ്ക്ക്. 3 പിടിയാനകളാണ് ഇവിടെ ഉള്ളത്. 1810 മുതൽ തന്നെ ഈ കോന്നി ആനപിടുത്തത്തിനും മറ്റും പേരുകേട്ടതാണ്. പണ്ട് ഈ ഭാഗങ്ങളിൽ നിന്ന് ആനയെ പിടിക്കുമായിരുന്നു. അങ്ങനെ പിടിക്കുന്ന ആനയെ ഇവിടെ വന്ന് ട്രെയിൻ ചെയ്യുകയും ഇവിടെ പരിപാലിച്ചും പോന്നിരുന്നു. 1942 ഇവിടെ ആനക്കൂട് സ്ഥാപിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആനക്കൂടാണ് കോന്നിയിൽ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കാട്ടാനയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്രമകാരികളായ കാട്ടാനയൊക്കെ പിടിച്ച് പിന്നെ അതിനെ പരിശീലിപ്പിക്കുവാനും അതിനെ മെരുക്കിയെടുക്കുവാനും വേണ്ടിയാണ് ഇവിടെ കോന്നിയിലെ ആനക്കൂട് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെ കുറേ ആനകളെ പിടിച്ച് നാട്ടാനയാക്കി മാറ്റിയിരുന്നു. 1977 ശേഷം പിന്നെ ആനപിടുത്തം കുറഞ്ഞു. നിയമപ്രകാരം തന്നെ അത് നിർത്തലാക്കി. ഇതാണ് ആനക്കൂട്. വളരെ പ്രശസ്തമായും പുരാതനമായ ഒരു ആനക്കൂടാണ് ഇത്. 1942 ഈ ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 6 ആനകൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഈ ആനക്കൂടിൽ പരിശീലിപ്പിക്കാൻ വേണ്ടി സാധിക്കും. കമ്പകം എന്ന് പറയുന്ന മരത്തടി കൊണ്ടാണ് ഈ ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ബലമേറിയതും അങ്ങനെ ഒരു ആനയൊന്നും കുത്തിയാലോ ചവിട്ടിയാലോ
ഒരു കേടുപാടും സംഭവിക്കാത്ത അത്രയും എന്താ പറയുക ശക്തിയുള്ള മരമാണ് ഈ കമ്പകം എന്ന് പറയുന്നത്. ഈ കോന്നി ആന പരിപാലന കേന്ദ്രം ഏകദേശം 9 ഏക്കറിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സന്ദർശകരുടെ ശ്രദ്ധയ്ക്കാണ്. കുറേ മുന്നറിയിപ്പുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.